നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 33 ശ്ലോകം 6. കൃത്യാം ച താമസിതരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ്യ നൃപതിർനവദാചകമ്പേ തുദ്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വദാവീത്. അംബരീഷ ചക്രവർത്തി പതിവ് പോലെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശിക്കുള്ള പാരണക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. ഈ സമയത്ത് ദുർവാസസ് മഹർഷി മധ്യാഹ്ന സന്ധ്യ വന്ദിക്കാനായി കുളിച്ച് വരും എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ മുകളിൽ പാരണക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്തു. ആ ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുഹൂർത്തം, ആ പാരയുടെ മുഹൂർത്തം തെറ്റിപ്പോകുമെന്ന് വിചാരിച്ച് തൽക്കാലം ഒരു ജലം മാത്രം കഴിച്ച് അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ട ദുർവാസസ് മഹർഷി മടങ്ങി വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ആ ജലം കഴിക്കുന്നതാണ്. ക്ഷുഭിതനായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കൃത്യ എന്ന് പറയുന്ന അഗ്നിസ്വരൂപിണി, സംഹാരപ്രിയയുമായൊരു പിശാചിക പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. അതൊരു ഉഗ്രകോപം, ഒരു മൂർത്തീഭാവത്തിലായി ഒരു സ്വരൂപം അതിന് കിട്ടി. പിശാചികയുടെ സ്വരൂപം. അങ്ങനെ അംബരീഷനെ വധിക്കാനായിട്ട് വരികയാണ്. കയ്യിൽ വാളുമായി ലോകത്തെ പൂർണ്ണമായും ഭസ്മമാക്കി കളയുമെന്ന ഭാവത്തിൽ തൻ്റെ മുന്നിലേക്ക് വരുന്ന കൃത്യയെ കണ്ടിട്ട് പരമഭക്തനായ അംബരീഷൻ സ്വസ്ഥാനത്ത് നിന്ന് അല്പം പോലും വിളകിയില്ല. അവിടെയാണ് അംബരീഷൻ്റെ ഭക്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ഭീകരരൂപത്തെ കണ്ടിട്ട് തൻ്റെ നേരെ അടുത്തുകൊണ്ട് വരികയാണ്. പക്ഷെ ഒട്ടും പതറിയില്ല എന്നാണ് പറയുന്നത്. സമചിത്തതയോടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചവർക്ക് ഭയം എങ്ങനെ ഉണ്ടാകും, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായും തന്നെ സമർപ്പിച്ചു ഭഗവാൻ. പിന്നെ എന്ത് കൃത്യ അല്ലെങ്കിൽ എന്ത് മരണം, അതൊന്നും അവിടെ ചിന്തിക്കേണ്ട വിഷയമല്ല. ഭഗവാനും താനും രണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്കേ ഭയം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. തൻ്റെ ഭക്തനെ ബാധിച്ച വിഷമത്തെ ദൂരീകരിക്കുവാൻ ആ ഭഗവാൻ സുദർശന ചക്രത്തെ കൃത്യയുടെ നേരെ വിന്യസിച്ചു. തൻ്റെ ഭക്തൻ്റെ നേരെ ഈ ക്രൂരയായ പിശാചിക വരുന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഭക്തനെ രക്ഷിക്കാനായിട്ട് തൻ്റെ സുദർശന ചക്രത്തെ പ്രയോഗിക്കുകയാണ്. തീയിൽ വീണ പാറ്റയെപ്പോലെ കൃത്യഭസ്മമായി എന്നാണ് പറയുന്നത്. സുദർശന ചക്രത്തിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കവയ്യാതെ കൃത്യ അവിടെ ഭസ്മമായിരുന്നു. തുടർന്ന് സുദർശന ചക്രം പേടിച്ചോടിപ്പോകുന്ന ദുർവാസാവ് മഹർഷിയെ പിന്തുടർന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സുദർശന ചക്രം അവിടെ മടങ്ങി വന്നില്ല. ആ ദുർവാസസിൽ നിന്നാണല്ലോ കൃത്യം ഉണ്ടായത്. ആ ദുർവാസാസിൻ്റെ നേരെ ആ ചക്രം തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് ഭക്തന്മാരെ ആപദ്ഘട്ടത്തിൽ ഭഗവാൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമേ ഭക്ത പ്രണശ്വരി ഭഗവത്ഗീതയിൽ പറഞ്ഞു, അർജുന, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല, നശിപ്പിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നതെന്നർത്ഥം. ശ്ലോകം 7. ധാവന്നശേഷഭുവനേഷു ബിയാസ പശ്യൻ വിശ്വത്ര ചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കക്കാലചക്രമതിലംഘയദീത്യപാസ്ത സർവം യയോസജഭവന്തമവന്തദൈവ. ഗത്യന്തരമില്ലാതെ സുദർശന ചക്രത്തെ ഭയപ്പെട്ട് ദുർവാസാവ് മഹർഷി എല്ലാ ലോകങ്ങളിലും രക്ഷയ്ക്കായി ഓടിച്ചെന്നു. ദുർവാസാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം എല്ലാവരും ശപിച്ച് ബുദ്ധിമുട്ടിച്ച ഒരു മഹർഷിയാണ്. പക്ഷേ ഇപ്പോൾ തൻ്റെ നേരെ സുദർശന ചക്രമാണ് വരുന്നത്. അതിനെതിരെ നിൽക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിനെ തടുക്കാൻ പോലും സാധിച്ചില്ല. ഉടനെ ഓടി ഓരോ ലോകങ്ങളിലും തന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസ ഓടുകയാണ്.
പക്ഷേ അവിടെയുള്ളവരാരും തന്നെ സുദർശന ചക്രം പിന്നാലെ കണ്ടപ്പോൾ ദുർവാസസിനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നാണ് പറയുന്നത്. അവസാനം സത്യലോകത്ത് ചെന്ന് തന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. സത്യലോകം ബ്രഹ്മാവിൻ്റെ ലോകമാണ്. അവിടെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് ദുർവാസസ് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. കാലചക്രത്തെ അതിലംഘിക്കുവാൻ ആർക്കാണ് കഴിയുക എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ, കാലചക്രം എന്ന് പറയുന്നത് കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ കാലം നിശ്ചയിക്കുന്നത് അത് ഓരോരുത്തരും അനുഭവിച്ചേ മതിയാവും. അതാണ് കാലത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇന്ന കാലത്ത് ഇന്നത് നടക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും വിധിച്ച കാര്യം. അതൊരിക്കലും അതിനൊരു സെക്കൻഡ് പോലും മാറ്റിമറിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബ്രഹ്മാവ് കൈമലർത്തി മഹർഷിയോട്. നിരാശനായ മഹർഷി പരമശിവൻ്റെ അടുത്തേക്ക് ചെന്നു. സംഹാരമൂർത്തിയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് സുദർശന ചക്രത്തെ കണ്ടപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം, ഭഗവാൻ എപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു ആയുധമാണല്ലോ സുദർശന ചക്രം, അത് കണ്ടപ്പോൾ പരമശിവൻ എഴുന്നേറ്റ് ഭക്തിയോടുകൂടി വന്ദിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു രക്ഷയില്ല, അതിൻ്റെ മുന്നിൽ വന്ദിക്കേ നിവൃത്തിയുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സൂചന ദുർവാസസിന് പരമശിവൻ നൽകുകയാണ് ചെയ്തത്. ശ്ലോകം 8. ഭൂയോ ഭവൻ നിലയമേത്യമുനിം നമന്തം പ്രോജേ ഭവാനഹമിഷേനനുബദ്ധദാസ ജ്ഞാനം തപസ്യ വിനയാന്വിതമേവ മാന്യം യാഹ്യം ബരീഷപദമേവ ഭജേതി ഭൂമൻ. ബ്രഹ്മാവിനും പരമശിവനും തന്നെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുമില്ലെന്ന് ബോധ്യമായപ്പോൾ മഹർഷി നേരെ ചെന്നത് വൈകുണ്ഠ ലോകത്തേക്കായിരുന്നു. മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ കാൽക്കൽ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ മഹർഷി നമസ്കരിച്ചു. സർവവ്യാപിയായ ഗുരുവായൂരപ്പൻ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? മഹർഷിയെ, ഞാൻ ഭക്തന്മാരുടെ ദാസനാണ്. ജ്ഞാനവും അതനുസരിച്ചുള്ള കർമാനുഷ്ഠാനവും വിനയത്തോടുകൂടി ചേർന്നാലേ ബഹുമാനം ലഭിക്കുകയുള്ളൂ. വലിയൊരു തത്വമാണ് ഇവിടെ ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഞാൻ ഭക്തന്മാരുടെ ദാസനാണ്. ഭക്തൻ, എൻ്റെ യഥാർത്ഥ ഭക്തൻ എന്താണോ ഇച്ഛിക്കുന്നത് അത് നടത്തിക്കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ നേരെ ഒന്നും പ്രയോഗിച്ചിട്ടില്ല, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ സുദർശചക്രം എവിടുന്നാണ് വന്നത് അതൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമാണ്. അതും അനുസരിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ജ്ഞാനവും അതനുസരിച്ചുള്ള കർമാനുഷ്ഠാനവും വിനയത്തോടുകൂടി ചേർന്നാലേ ബഹുമാനം ലഭിക്കുകയുള്ളൂ. അറിവ് നേടണം, ഏറ്റവും കൂടുതൽ അറിവ് നേടണം. പക്ഷെ അറിവ് നേടുമ്പോൾ അഹങ്കാരം വരരുത്. അവിടെയാണ് താങ്കൾക്ക് തെറ്റുപറ്റി എന്ന് ഭംഗ്യന്തരേണ ഭഗവാൻ പറയുകയാണ്. അത് വിനയത്തോടുകൂടി അറിവ് വർദ്ധിക്കുന്തോറും ആ അറിവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ അഹങ്കരിക്കരുത്. വിനയത്തോടു കൂടി അത് ചെയ്യാൻ പാടുള്ളൂ. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നേ പറയാൻ പാടുള്ളൂ. പക്ഷെ അങ്ങക്ക് ചില സിദ്ധികളൊക്കെ കിട്ടിയപ്പോൾ അഹങ്കരിച്ചു. അതാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് താങ്കൾ എത്തിയത്. തൻ്റെ ഭക്തനായ അംബരീഷൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലൂ, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ച് മാപ്പ് അപേക്ഷിക്കൂ. അദ്ദേഹത്തോടാണ് തെറ്റ് ചെയ്തത്, എൻ്റെ ഭക്തനോടാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. എൻ്റെ ഭക്തനെ വധിക്കാൻ ഒരുങ്ങിയില്ലേ അങ്ങ്? പാടുണ്ടോ? ഒരു വ്രതം നോറ്റ്, ഏകാദശി വ്രതം നോറ്റ് എൻ്റെ തൃപ്തിക്ക് പാത്രമായ എൻ്റെ ഭക്തൻ്റെ നേരെ എങ്ങനെയാണ് തനിക്ക് കൃത്യ എന്ന് പറയുന്ന പിശാചി അയക്കാൻ തോന്നിയത്? അതുകൊണ്ട് എന്നോട് മാപ്പപേക്ഷിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ഭക്തൻ്റെ കാൽക്കൽ പോയി നമസ്കരിക്കൂ എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ് മഹാവിഷ്ണു ദുർവാസസ് മഹർഷിക്ക് നൽകുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അതിന് കാലിക പ്രസക്തിയുണ്ട്. അറിവ്, അതായത് യഥാർത്ഥ ജ്ഞാനം നേടുന്ന മുറയ്ക്ക് അതനുസരിച്ച് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് വിനയത്തോടെ പെരുമാറുകയും ചെയ്യണം. വിനയമില്ലാത്ത പണ്ഡിതനെ ആരും ബഹുമാനിക്കുകയില്ല. അത് ലോകത്തോടായിട്ട് ഭഗവാൻ പറയുന്നതാണ്. ഉന്നത ബിരുദങ്ങൾ നേടിയ വ്യക്തികൾ അഹങ്കാരത്തോടെ പെരുമാറിയാൽ ജനങ്ങൾ അവരെ ബഹുമാനിക്കുകയില്ല. മാത്രമല്ല അവരെ നിർദ്ദയം അവഗണിക്കുകയും ചെയ്യും. അതുപോലെ എത്ര ഉന്നത പദവിയിലെത്തിയാലും ബഹുമാനം ലഭിക്കണമെങ്കിൽ വിനയവും കൂടിയേ തീരും. യുവതലമുറ ശ്രദ്ധിക്കേണ്ട തത്വജ്ഞാനമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രത്യേകമായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നത്.
അടുത്തത്. ശ്ലോകം 9. താവത്സമേത്യ മുനിനാ സഗൃഹീതപാദ രാജാപസൃത്യാഭവദസ്ത്രമസാവനൗഷേത് ചക്രേ ഗിരേ മുനിരഥാതഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസികിതേ വിക്രിപാം ച സംസൻ. ഇത് മുഴുവനും ശ്രദ്ധയോടെ ദുർവാസ മഹർഷി കേട്ടു. താൻ ചെയ്ത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം വന്നു. അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഭക്തൻ്റെ കാൽക്കൽ നമസ്കരിക്കാൻ തീരുമാനിക്കുകയാണ്. മഹാവിഷ്ണുവിൻ്റെ ഉപദേശം സ്വീകരിച്ച ഉടനെ മഹർഷി അംബരീഷ രാജാവിൻ്റെ വസതിയിലെത്തി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കാലിൽ പിടിച്ചു. നോക്കണം ദുർവാസൻ്റെ ഗതികേട്, അഹങ്കാരം വരുത്തിവെക്കുന്ന വിനയാണ് ഇതൊക്കെ. മഹർഷി തൻ്റെ കാൽക്കൽ നമസ്കരിക്കുന്നതിൻ്റെ അനൗചിത്യം മനസ്സിലാക്കി രാജാവ് ഉടനെ തന്നെ ഒഴിഞ്ഞു മാറുകയും, ഈ മഹർഷിമാരെന്ന് പറഞ്ഞാൽ മഹാന്മാരാണ്, അവർ വന്ന് താൻ വെറും ഒരു രാജാവ് മാത്രമാണ്, തൻ്റെ കാല് നമസ്കരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്, അത് ഞാൻ ഏറ്റുവാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ഭഗവാന്റെ ചക്രായുധത്തെ നോക്കി സ്തുതിക്കുകയും ചെയ്തു. ആ പിന്നാലെയുള്ള സുദർശന ചക്രത്തെയും കാണുന്നുണ്ട് അംബരീഷ ചക്രവർത്തി. ഉടനെ തൊഴുതു എന്നാവത്. അപ്പോൾ സുദർശന ചക്രം പിൻവാങ്ങി. അംബരീഷൻ്റെ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയെയും അപരാധം ചെയ്ത് തന്നോട് കാണിക്കുന്ന കാരുണ്യത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് മഹർഷി അംബരീഷന് എല്ലാവിധ നന്മകളും ആശംസിച്ചു. ഭക്തന്മാരുടെ ദാസൻ്റെ ദാസനാണെന്ന് മഹാവിഷ്ണു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഞാൻ എല്ലാവരുടെയും, അതായത് സകല ചരാചരങ്ങളുടെയും സുഹൃത്താണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സുഹൃതം സർവഭൂതാനാം, അതാണ് ഭഗവാൻ പ്രയോഗിച്ച വാക്ക്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ആരാണോ ഉപകാരം ചെയ്യുന്നത് അവനാണ് സുഹൃത്ത്. അതാണ് ഭഗവാൻ സുഹൃതം സർവഭൂതാനം. ഞാൻ സുഹൃത്താണ് എന്ന വാക്ക് ഉപയോഗിച്ചത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ്. സുഹൃത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ആരാണോ ഉപകാരം ചെയ്യുന്നത് അവന് നമ്മൾ സുഹൃത്തെന്ന് പറയാൻ പാടില്ല. എല്ലാവരും നടന്നു പോകുന്നവനും ചിരിക്കുന്നവനോ ഒന്നും നമ്മൾ സുഹൃത്തല്ല, ചങ്ങാതി എന്ന് വേണമെങ്കിൽ പറയാം. സുഹൃത്ത് എന്നുള്ള ആ ഒരു പ്രത്യേക പദവി നൽകണമെങ്കിൽ അത്തരത്തിൽ പെരുമാറുന്ന വ്യക്തിയായിരിക്കണം. മറ്റുള്ളവരെല്ലാം വെറും ചങ്ങാതിമാരാണ്. വായിച്ചു. ശ്ലോകം 10. രാജാ പ്രതീക്ഷ മുനിമേഘ സമാമനാശ്വാൻ സംഭോജ്യ സാധൂതം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോ വിദൃഢം രതോ ഭൂ സായുജ്യമാവജസ മാം പവനേശപായ. അപ്പോൾ അങ്ങനെ ആ സംഭവം ഇവിടെ അങ്ങനെ അവസാനിക്കുന്നു. ഭക്ഷണത്തിനായി ക്ഷണിച്ച ദുർവാസാവ് മഹർഷി യഥോചിതം ഭക്ഷണം നൽകാൻ സാധിക്കാത്തതിൽ ദുഃഖിതനായ അംബരീഷൻ 1 വർഷം വരെ നിരാഹാരനായി ജീവിച്ചു. ഇവിടെ ഇതൊക്കെ സംഭവിച്ചെങ്കിലും ആ പാരണ നടത്തുക എന്നുള്ള ആ ഒരു കർമ്മം ചെയ്യാൻ പറ്റിയില്ലല്ലോ. തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ വേണ്ടുന്നത് പോലെ സൽക്കരിച്ചില്ലല്ലോ. ആ ഒരു ദുഃഖം അംബരീഷ ചക്രവർത്തിക്കുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ പാപം തീരാൻ അദ്ദേഹം 1 വർഷം വരെ നിരാഹാരം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് മഹർഷിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തി യഥാവിധി ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു. സംതൃപ്തനായ മഹർഷി അംബരീഷനെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി. അതിനുശേഷമാണ് സ്വയം ഭക്ഷണം കഴിച്ച് നീണ്ട 1 വർഷകാലത്തെ നിരാഹാരവ്രതം അംബരീഷൻ അവസാനിപ്പിച്ചത്. ഭഗവാനിൽ കൂടുതൽ ഭക്തിയുള്ളവനായി മാറിയ രാജാവ് ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പനോട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുക. ഇതിൽ പ്രധാനമായ കാര്യം, നമ്മളൊരു അതിഥിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ അതിഥി വന്നാൽ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിച്ച് തൃപ്തിയാവണ്ണം ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. അത് ആ അതിഥി വരുന്നത് വരെ ആതിഥേയൻ തൻ്റെ ഭക്ഷണ സമയം എത്തിയെങ്കിലും അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു അർത്ഥം ഇതിൽ നമ്മൾ കാണേണ്ടത്. വന്ന് അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ അവരെ കൂടെ ഇരുന്ന് കഴിക്കാം. അല്ലാതെ ക്ഷണിച്ചു വരുന്നവർ വരുമ്പോൾ നമ്മളിവിടുന്ന് നല്ല ഭക്ഷണം കഴിച്ചങ്ങനെ എന്താ പറയുക സുഖ അവസ്ഥയിലിരുന്നു കൊണ്ട് ഒരു അതിഥിക്ക് ഭക്ഷണം നൽകാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ പലവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ അത് വിധിപ്രകാരമല്ല എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ഏകാദശി ദിവസം
അരിയാഹാരം പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ പലരും അതിന് പകരം വേറെ പല ധാന്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, പുഴുക്കുണ്ടാക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുക. ഇതൊന്നും ശരിയായ നടപടിയല്ല. അത് വളരെ അപൂർവമായിട്ട് അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ കഴിയുന്നതും ആ ഒരു ചില തീർത്ഥം ജലം കുടിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ പഴം വേണമെങ്കിൽ ഭക്ഷിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരിക്കലും പാടില്ല ഏകാദശി സമയത്ത്. കിഴങ്ങ് വർജിക്കണം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഏകാദശിയുടെ അവസാനത്തെ 15 നാഴിക, അതായത് 12 മണിക്കൂറും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴിക, അതായത് 12 മണിക്കൂറും 6 മണിക്കൂറും 15 നാഴിക എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. അതിൽ ഏകാദശിയുടെ അവസാനത്തെ 6 മണിക്കൂറും ദ്വാദശിയുടെ ആദ്യത്തെ 6 മണിക്കൂറും 2 ചേർന്നാൽ 12 മണിക്കൂറായി. ആ സമയത്ത് തീരെ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. പക്ഷേ ഈ തരത്തിൽ ഏകാദശി വ്രതം എത്ര പേരാണ് എടുക്കുന്നത്? പലരോടും ആചാര്യം അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയില്ല. ഈ അരിവാസരം എന്നാണ് പറയുന്നത്. ആ സമയത്ത് പൂർണ്ണമായും നിരാഹാരമായിരിക്കണം, ഉറങ്ങാനും പാടില്ല. ഈ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഭക്തന്മാരെ ഞാൻ അറിയിക്കുകയാണ്. നമസ്തേ.